സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു സുദിനം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തതിനോർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ദൈവസ്തുതി, ദൈവത്തെ സ്തുതിക്കുക, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ എല്ലാറ്റിലും അത് തന്നെ. ഹെഡിങ്ങും അതിൻ്റെ കണ്ടൻറ്റും ഒക്കെ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള വിവരണങ്ങളൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തോടൊന്നും നമുക്ക് ആവശ്യമായിരിക്കാമെന്ന് അതിൽ നിന്ന് വിഭാഗിച്ച് തരട്ടെ, പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന്. അത് ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് ദൈവിക ജീവൻ നമ്മളിലേക്ക് വന്ന് നമ്മളെ ജീവിപ്പിക്കുകയും നമ്മളെ ഉദ്ധരിക്കുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മളെ റിഫ്രഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, പുതുക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ കഴുകുന്നതാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും വായിക്കുമ്പോഴും എല്ലാം അത് നമ്മളിൽ വലിയൊരു അർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തരത്തിൽ നമ്മളിൽ ഇത് പരിവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ വായിക്കുന്ന അപ്പം ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് നമ്മുടെ മെമ്മറിയിൽ അത് റെക്കഗ്നൈസ് ഇത് ചെയ്തിട്ട് അത് പിന്നീട് ഒരു അവസരം ദൈവം അത് നമുക്ക് അത് വ്യാഖ്യാനിച്ചു തരികയും ചെയ്യും. അതാണ് കർത്താവ് തൻ്റെ സുവിശേഷ സന്ദേശങ്ങളെല്ലാം ഇസ്രായേലിനകത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന്. അപ്പോൾ വായിച്ചിരിക്കണമെന്നാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടില്ലയോ, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ആ സക്ക സമയത്ത് അത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വായിച്ചിരിക്കണമെന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും എല്ലാം ജീവനാണ്. ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. പകലത്തെ രാജ്യഭാരവും രാജ്യഭരണവും അതൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയെങ്കിൽ ആ യാമത്തെങ്കിൽ ദാവീദ് നോക്കിയിരിക്കുകയാണ് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട്. അപ്പം നിൻ്റെ വചനം അത് മാംസവും മജ്ജയും എന്ന പോലെ അതെന്നെ ജീവിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. അത് മാംസവും മജ്ജയും പോലെ, മാരോ അത് നല്ല എനർജറ്റിക്കായിട്ട് പുതുക്കുന്ന പുതിയ ശക്തിയും പുതിയ ബലവും ഒക്കെ അത് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സത്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശാന്തജലത്തിനരികിലേക്ക്, അതെ ശാന്തജലത്തിനരികാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. ഒരവസരത്തിൽ ശാന്തജലമാണ്, ഒരവസരത്തിൽ അത് വലിയൊരു പുൽമാലിയാണ്. അവൻ എന്നെ പുല്ലുള്ള മേച്ച സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ശാന്തമായ ജലവും തന്നെ, പുല്ലുണ്ട്, ഇതിനകത്ത് എല്ലാം ഉണ്ട്, റിഫ്രഷ്മെൻ്റ് ഉണ്ട്, എല്ലാം. നമുക്ക് കട്ടിയുള്ള ആഹാരമുണ്ട്, പാലുണ്ട്, വ്യത്യസ്തങ്ങളായ ആഹാര വിഭവങ്ങൾ നിറഞ്ഞ ഒരു വലിയൊരു ഇതുപോലെ ഒരു ബാങ്കറ്റ് പോലെയാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. അതിൽ അത് മനസ്സിലാകുന്നവർക്കത് മനസ്സിലാകും, അത് അല്ലെങ്കിൽ ദൈവമേ അത് മനസ്സിലാക്കി തരണം. ഈ രുചി, ദൈവവചനത്തിൻ്റെ രുചി, അത് ടേസ്റ്റ് ചെയ്യാൻ, അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവവചനത്തെ നമുക്ക് കൂടുതൽ മധുരതരമാകും, അത് നമുക്ക് ആനന്ദമാകും. അതാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെൻ്റെ ഹൃദയത്തിന് ആനന്ദമായി എന്നാണ് പറയുന്നത്. തുടർന്ന് ദൈവവചനത്തെക്കുറിച്ച് ദാവീദ് പറയുന്നുണ്ട്, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുക, ഇന്ന് ഈ രൂപാന്തരപ്പെട്ടു വരുന്ന അനേക വ്യക്തികൾ, മറ്റുള്ള മതങ്ങളിൽ പെട്ടവരെല്ലാം, അവർ മതം മാറ്റമല്ല, അവരുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ കൂടെ കടന്നു. അവർ പറയുകയാണ് അവർക്ക് ഒത്തിരി എതിർപ്പുകൾ, ബൈബിളൊന്നും വായിക്കാൻ പറ്റത്തില്ല, ബൈബിൾ കാണുക പോലും ചെയ്തത് വീട്ടിൽ. അപ്പോൾ അവരൊക്കെ പറയുകയാണ് കോളേജിൻ്റെ വാഷ്റൂം അവിടെയൊക്കെ പോയിരുന്നാണ് ബൈബിൾ വായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം, ബൈബിൾ വായിക്കാനും ബൈബിൾ ഉപയോഗിക്കുവാനും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം, അതൊന്നും ലഭിക്കാത്ത എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാം. അവരതിൽ ആനന്ദം കണ്ടെത്തുകയാണ്, അവരുടെ ജീവിതത്തിനത് മധുരതരമാകുകയാണ്. നമ്മുടെ കൈകളിൽ ലഭ്യമായിട്ടും ഇന്നും അനേകർ തുറന്നു നോക്കാത്തത്. ഈ ഇടയ്ക്ക് ഒരു ഇത് വളരെ കേൾക്കുകയുണ്ടായി. അതായത് ഒരു സഭയിൽ അവിടുത്തെ സഭാ ശുശ്രൂഷകൻ ഒരു വലിയൊരു വീട്ടിൽ അവരെ വിരുന്നിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സഭാ ശുശ്രൂഷനെ അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നുകൊണ്ട് ഭയങ്കര ലക്ഷൂറിയസ് ലൈഫ് ഭവനമാണത്. അപ്പോൾ അവിടെ ഡൈനിങ് ടേബിളിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുങ്ങി, സിൽവർ സ്പൂൺസ്,
വെള്ളി കൊണ്ടുള്ള സ്പൂണും പാത്രങ്ങളും ഒക്കെയാണ് അവിടെ മിക്കവാറും എല്ലാം അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച് അപ്പോൾ അവർ എല്ലാം ഇതിൽ നിന്ന് എടുത്ത് അവരെണ്ണി തിട്ടപ്പെടുത്തി വെക്കും. പരിചാരകരെല്ലാം അധികം പരിചാരകരല്ല, അവർ തന്നെ സഭാ ശുശ്രൂഷകനായതുകൊണ്ട് അവർ തന്നെയായിരിക്കും പരിചരിക്കുന്നത് കൂടുതലും. അപ്പോൾ അവർ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്ന്, കാരണം വിലയുള്ളതാണല്ലോ. അങ്ങനെ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഒരു സ്പൂൺ കുറവ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി സഭാ ശുശ്രൂഷകനാണ് എടുത്തതെന്ന്. സഭാ ശുശ്രൂഷകൻ എടുത്തതെന്ന് അവർക്ക് മനസ്സിലായി. എടുത്തിരിക്കാം, അവരങ്ങനെ ചിന്തിക്കുക. അല്ലാതെ എവിടെ പോകാൻ അവരെല്ലാം നോക്കിയിട്ട് കാണുന്നില്ല. ഈ ഒരു ചിന്തയോടുകൂടി ഇവർ ദേവാലയത്തിൽ പോവുകയാണ്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇവരുടെ ചിന്തയിൽ എന്നാലും ഇദ്ദേഹം അത് എടുത്തല്ലോ, ഇദ്ദേഹം അത് എടുത്തിരിക്കുമായിരിക്കും അല്ലേ. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഭവനത്തിലെ അംഗങ്ങളെല്ലാം മാറി മാറി ചിന്തിക്കുക. കാരണം അവർ പരസ്പരം ചോദിച്ചു, നിങ്ങളാരും കണ്ടുവന്നില്ല, അപ്പോൾ വേറെ ആരും എടുത്തിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയും. അപ്പോൾ പിന്നീട് ഒരിക്കൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു മാസം 2 മാസം കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ആ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഇവർ ക്ഷണിക്കുകയാണ്. എന്തായിരിക്കും പ്രതികരണം അറിയാൻ. അപ്പോൾ വന്ന ഉടനെ ഇവർ ഈ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചു. അപ്പോൾ ഇവർ ശുശ്രൂഷണം എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇവർ ചോദിക്കുകയാണ്. പരസ്പരം ചോദിക്കുക, ഈ സ്പൂൺ കൊണ്ടായിരുന്നു, സ്പൂൺ കണ്ടില്ലല്ലോ കഴിഞ്ഞ ഇതിന് ശേഷം, ഡിന്നറിന് ശേഷം കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. അവസാനം ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ സഭാ ശുശ്രൂഷൻ ചെന്ന് അവരുടെ വീട്ടിലെ ആ അലമാരയിൽ വെച്ചിരിക്കുന്ന ബൈബിൾ, അതിനകത്തുനിന്ന് ആ സ്പൂൺ എടുത്ത് അവരെടുത്ത് കൊടുക്കുകയാണ്, സിൽവർ സ്പൂണ്. ആ സഭാ ശുശ്രൂഷകൻ പറഞ്ഞു, നിങ്ങളെല്ലായിടത്തും നിന്ന് ഇപ്പം എത്ര 2-3 മാസം കൊണ്ട് ഡ്യൂറേഷൻ പറയുന്നുണ്ട്, ഇതുവരെ നിങ്ങൾ ബൈബിൾ തൊട്ടിട്ടില്ല എന്ന്. ആ ബൈബിൾ അത് സഭാ ശുശ്രൂഷ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനകത്ത് വെച്ചിട്ട് പോയതാണ്. അവർ നോക്കുവാണെങ്കിൽ എടുക്കുമല്ലോ, ബൈബിൾ എടുക്കുവാണെങ്കിൽ അവർ കാണുമല്ലോ. അപ്പോൾ ബൈബിൾ തൊട്ടിട്ടേ ഇല്ല. അങ്ങനെയുള്ള ജീവിതങ്ങൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ദൈവത്തെ ഗൈഡൻസ് ഇല്ലാത്ത, ദൈവത്തെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത, ദൈവത്തെ ഓർക്കാത്ത ആ ജീവിതങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്, ഒന്നിനും നമ്മളെ അത്യന്തികമായി സഹായിക്കാൻ കഴിയുകയില്ല. എല്ലാറ്റിനും അതിൻ്റെ ലിമിറ്റുണ്ട്, അതിൻ്റെ പരിധികളും പരിമിതികളും ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞിട്ട് പറയണം, അവൻ്റെ അത് എന്നേക്കുമുള്ളത്. ഓ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹീ ഈസ് ഗുഡ്, ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എൻഡ്യൂവേഴ്സ് ഫോർ എവർ. എപ്പോഴും ഇതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ ദയ. ഇതൊരു മാലാഖമാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ദയ വേണ്ട. ഒരു സൃഷ്ടിക്ക് ദൈവത്തിൻ്റെ ദയ വേണ്ട, കാരണം അതിന് തെറ്റുകളും സംഭവിക്കുന്നില്ല സൃഷ്ടിജാലങ്ങൾക്കൊന്നും. എന്നാൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ദയ വേണം. അവനെപ്പോഴും ദൈവത്തിൻ്റെ കരുണ വേണം, ദൈവത്തിൻ്റെ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് വേണം. അവൻ്റെ എന്നേക്കുമുള്ള, അതിൻ്റെ എന്നേക്കുമുള്ള ഇസ്രായേൽ ഗ്രഹം പറയട്ടെ. എനിക്കൊന്ന് അതിന് മുമ്പിലത്തെ 113 സങ്കീർത്തനത്തിൽ തമ്മിൽ ആവർത്തിച്ച് അവിടെ പറയുന്നുണ്ട്. 8-9 വാക്യത്തിൽ ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കുക, അവനിലൂടെ സഹായം പരിചയമാകുന്നു. തുടർന്ന് എടുത്തു പറയുക, അഹരോൻ ഗ്രഹമേ, അതാണ് ആചാര്യത്വത്തിൻ്റേത്, പൗരോഹിത്യത്തിന്. അഹരോൻ ഗ്രഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവനവരുടെ സഹായം പരിചയമാകുന്നു. 11 യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുവിൻ, അവനവരുടെ സഹായവും പരിചയമാകുന്നു. അപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തോടും പറയുകയാണ്, യഹോവ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവൻ അനുഗ്രഹിക്കുമെന്ന് തുറന്നു പറയും. ഇതിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞ പോലെ തന്നെ, ആവർത്തനമല്ല മറ്റൊരു രീതിയിലാണ് അത് പറയുന്നത്. ആരൊക്കെ പറയണം ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന്? അഹരോൻ ഗ്രഹം പറയട്ടെ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. കണ്ടോ, അവൻ്റെ ഇസ്രായേൽ പറയണം, അഹരോൻ ഗ്രഹം പറയണം, യഹോവ ഭക്തർ പറയണം. എല്ലാവരും പൊതുവെ എല്ലാവരും പറയേണ്ട ഒരിതാണ്, അവന് സ്തോത്രം ചെയ്യണം, അവൻ നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. നമ്മൾ ദൈവം നല്ലവനാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ, ദൈവം ക്രൂരനല്ല, ദൈവം നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം ജഡ്ജ് ചെയ്യുന്നതും വിധിക്കുന്നതുമെല്ലാം. ശിക്ഷ വിധിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ശിക്ഷാവിധി ദൈവത്തിൻ്റെ നീതിയാണത്. അല്ലാതെ മനുഷ്യനോട് എന്തെങ്കിലും റിവഞ്ച് വെച്ചിട്ടുള്ള പ്രതികാരദാഹിയല്ല ദൈവം എന്ന് പറയുന്നത്. ഓരോരും അവൻ്റെ പ്രവർത്തിക്കെടുത്ത പ്രതിഫലം നൽകുന്ന ദൈവമാണ്, ശിക്ഷ നൽകുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണത്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്, എന്താണ് മനുഷ്യന് ഇങ്ങനെയൊക്കെ തെറ്റുകളൊന്നും സംഭവിക്കാതെ ജീവിക്കാൻ ഒരു ഇത് ചെയ്താൽ പോരായിരുന്നോ എന്ന്. ഏതെങ്കിലും തോട്ടത്തിൽ എന്തിനാ മരങ്ങളുണ്ടായിരുന്നു, പരീക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ കുട്ടികളെ ചേർക്കുന്ന സ്കൂളിൽ പരീക്ഷയില്ലാത്തൊരു സ്കൂളിൽ ആർക്കെങ്കിലും ചേർക്കുമോ? പരീക്ഷയില്ലാത്തൊരു വിജയമുണ്ടോ? ടെസ്റ്റിംഗ് ഇല്ലാതെ എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആ വ്യക്തി അതിന് പ്രാപ്തനായോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതാണ് അതിൻ്റെ ഒരു ലോകത്തിൽ തന്നെ കാണുന്ന പല കാര്യങ്ങൾ ഇതാണ്. ഇത് പറയുന്ന നിരീശ്വരവാദികൾ, അവരുടെ മക്കൾ, അവർ ഇങ്ങനെ ഒരു അധ്യാപകരാണെങ്കിൽ അവർ എക്സാം നടത്തത്തില്ലേ? കുട്ടികൾ പഠിച്ചു എന്ന് പരിശോധിക്കത്തില്ലേ? അവരെന്തിനായി ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത്?
എന്തിനാ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത്? അല്ല, അപ്പോൾ അവരുടെ ഇതിൽ യുക്തിക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല. ഇറ്റ്സ് വാല്യൂലെസ് ആണ് മൂഢത്തരങ്ങൾ എന്ന് പറയുന്നതൊക്കെ. ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ ദയ എന്നേക്കുള്ള അഹ്റോൻ ഗ്രഹം പറയണം, യഹോവ ഭക്തർ പറയണം. തുടർന്ന് അവിടെ 5-ാമത്തെ വാക്യത്തിൽ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. അതാണ് സാക്ഷ്യം. ഞെരുക്കത്തിൽ, ജീവിതത്തിൻ്റെ ട്രയൽസ് ആൻഡ് ട്രബിൾസ്, അവിടെയൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദൈവം വിടുവിക്കുക. ഔട്ട് ഓഫ് മൈ ഡിസ്ട്രസ് ഐ കോൾഡ് ഓൺ ദ ലോർഡ് ആൻസേർഡ് മീ ആൻഡ് സെറ്റ് മീ ഇൻ എ ബ്രോഡ് പ്ലേസ്. ദൈവം വിടുവിച്ചെന്നെ വിശാല സ്ഥലത്താക്കി. ഈ 118 സങ്കീർത്തനം 117 അധ്യായം എന്ന് പറയുന്നത് ഏകദേശം മിഡിൽ സങ്കീർത്തനം, തിരുവചനത്തിൻ്റെ അധ്യായങ്ങളുടെ നടുക്ക് വരുന്ന ഒരു ഇതാണ് 118 സങ്കീർത്തനം. അതിൽ മിഡിൽ വേഴ്സ് എന്ന്, ബൈബിളിൻ്റെ മിഡിൽ വേഴ്സ് എന്ന് പറയുന്നത് 118:8. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ബൈബിൾ ആകെ ഈ നമ്മൾ പറയുന്ന 66 ബുക്കിൽ അവിടെ 31,174 31,174 വേഴ്സസ് ഉണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് മിഡിൽ വേർഡായിട്ട് പറയുന്നത് 118:8, അതായത് 15,587, 15,587 വാക്യമാണ് 118:8 എന്ന് പറയുന്നത്. അതൊരു പഠിക്കുന്ന ഒരു ചിന്താദീപമായിട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് യഹോവ നല്ലവനാണ്, അവൻ്റെ സ്നേഹം അത് നമ്മൾ രുചിച്ചറിയണം, അവൻ്റെ ദയ എന്നേക്കുള്ളതെന്ന് എപ്പോഴും നമ്മൾ പറയണം. അപ്പം നമ്മളെങ്ങനെ വിശ്വസിക്കുമ്പോൾ ദൈവം എല്ലാവർക്കും നല്ലവനാണ്? നമ്മുടെ മനസ്സിനകത്താണോ നമ്മളെ ദൈവത്തെ നമുക്ക് അത് നല്ലതായിട്ട് കാണാനായിട്ട് സാധിക്കണം. ഇവിടെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഓരോ പ്രതിസന്ധികളും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കുന്നതാണ്. പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിയാത്തൊരു സ്വഭാവമായി, ഒരു സെക്കൻഡ് നേച്ചറായിട്ട് മാറണം. ശ്വാസോച്ഛ്വാസം പോലെ നമ്മൾ ആരും കാലത്ത് എഴുന്നേറ്റ ഉടനെ ബോഡിക്ക് ഓർഡർ ചെയ്യുന്നില്ല, അത് ഇന്ന് ഇത്ര പ്രാവശ്യം ശ്വസിച്ചേക്കണം, ഇടയ്ക്കൊന്ന് നിർത്തിയേക്കരുത്, നമ്മൾ ആഹ്വാനമൊന്നും ചെയ്യുന്നില്ല. ഒരു ജീവനുള്ള ഒരു ശരീരത്തിൻ്റെ നോർമൽ പ്രക്രിയയാണ്, പ്രോസസ്സാണ് ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്, ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആത്മീയ ജീവനുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ടത് മാറും. എപ്പോഴും ഒരു ദൈവസ്മരണം നമ്മളെ ഇങ്ങനെ നിറച്ച് നിന്നുകൊണ്ടിരിക്കും. ദൈവ സാന്നിധ്യ ബോധം ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കർത്താവെ, എന്നെ നിന്നോട് അടുപ്പിക്കണമേ, ഞാൻ നിന്നോട് അടുക്കേണ്ടതിന് എന്നെ നിന്നോട് അടുപ്പിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അടുപ്പിക്കാതെ ആർക്ക് അവനോട് അടുക്കാൻ പറ്റും? അപ്പോൾ ദൈവം നമ്മളെ അടുപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹിത്വവും ദൈവത്തിൻ്റെ കൃപയുമെല്ലാം വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, വാഴട്ടെ, നമ്മളെ ഭരിക്കട്ടെ. നമ്മുടെ ജീവിതം തന്നെ ദൈവനാമ മഹത്വത്തിനായി ഇടയായി തീരട്ടെ, മറ്റുള്ള ഭാഗത്ത് സാക്ഷ്യമായിട്ട് തീരട്ടെ. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ യഹോവയ്ക്ക് സ്തോത്ര, ജീവൻ നല്ലവനല്ലോ എൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലാവരും പറയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ സങ്കീർത്തനത്തിലെ ജയത്തിൻ്റെ ആ സങ്കീർത്തനമായി അപ്പോൾ ഞങ്ങൾ ജയഘോഷയാഗത്തോടെ എപ്പോഴും നിന്നെ സ്തുതിക്കുന്നവരായി ഞങ്ങളിവിടെ നാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കത്തിൽ വിളിച്ച് വീക്ഷിക്കുമ്പോൾ ഞങ്ങളെ വിടുവിച്ച് വിശാല സ്ഥലത്താക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ അപ്പോൾ ഞങ്ങൾ ഭയപ്പെടേണ്ട. ഏതൊരവസ്ഥയിലും ഏത് സ്ഥലത്തും സ്ഥലകാല സമയ പരിമിതികൾക്കപ്പുറമായി ദൈവം എപ്പോഴും ഞങ്ങൾക്കപ്പുറം കൂടെയുണ്ട് എന്നും ഞങ്ങളെ വിടുവിക്കാൻ അവിടുന്ന് ശക്തനാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരി അവിടുന്ന് ചെയ്ത ഓരോ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കട്ടെ. മേലാലും വിടുവിപ്പാൻ ദൈവം ശക്തനെ ഞങ്ങൾ ഉറയ്ക്കട്ടെ. നിന്നെ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. എല്ലാ നന്മകളാണ് ഞങ്ങളെ നിറയ്ക്കണമേ. നല്ല കൃപകൾക്കായ സ്തുതി. തിരുമുഖത്വം ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളിൽ വാഴണമേ. മറ്റുള്ളവരോടും ഭാഗെ തിരുമുഖത്ത് ഘോഷിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എല്ലാ നന്മ നിറയ്ക്കണം. മഹത്വത്തോടുന്ന് മാത്രമുണ്ട്. പിതാവിത്തോട് സാമദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭാരങ്ങളേറിടുമ്പോൾ ആശ്വാസദായകനാം എൻ്റെ യേശു കൂടെയുണ്ട്, എന്നെന്നും കൂടെയുണ്ട്. ദുഃഖത്തിൻ വേളകളിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ എൻ ഭാരം താങ്ങിടുന്ന എൻ്റെ യേശു കൂടെയുണ്ട്. ആകുല വേളകളിൽ എൻ്റെ യേശു കൂടെയുണ്ട്, ഭാരങ്ങൾ താങ്ങുവാൻ എൻ്റെ യേശു കൂടെയുണ്ട്. നല്ലൊരു തുണയാണവൻ, നല്ലൊരു സഖിയാണവൻ. സന്താപ വേളകളിൽ ആശ്വാസദായകനാണവൻ. നല്ലൊരു തുണയാണവൻ, നല്ലൊരു സഖിയാണവൻ. സന്താപ വേളകളിൽ ആശ്വാസദായകനാണവൻ.